എല്ലാവർക്കും മലയാളം വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കോഴിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വേറെ ഒരു കോഴിക്കറിയല്ല, നാടൻ കോഴി തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മുടെ കോഴീനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോഴികള്. 2 കോഴികളുണ്ട് നമുക്ക് കറി വെക്കാനായിട്ട്. ഏകദേശം ഒരു 3 കിലോത്തോളം വരും രണ്ടും കൂടി. നമ്മളിപ്പോ കടയിൽ കൊടുത്താണ് ഇതിനെ ക്ലീൻ ചെയ്യിക്കുന്നത്. അപ്പൊ നമുക്ക് കോഴിക്കറി തയ്യാറാക്കാം. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. എന്നാൽ നമുക്ക് കോഴിക്കറി തയ്യാറാക്കാം. നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള ചിക്കനൊക്കെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2 കിലോത്തോളം ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമുക്കിതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം 3 ഏലക്കായ, കുറച്ച് കറുവപ്പട്ട, ഒരു തക്കോലം, 4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം കൂട്ടി നന്നായി ഇളക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ 3 വറ്റൽമുളകും കൂടി കൂട്ടി ഒന്നും കൂടി ഒന്ന് ചൂടാക്കുക. ഇതെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് 4 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. തേങ്ങ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. തേങ്ങ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നന്നായി ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം ഒക്കെ പോകുന്നത് വരെ മല്ലിപ്പൊടി ഒന്ന് നന്നായി മൊരിയണം. 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചെറുതായി ആറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ടാണ് ഈ അരപ്പ് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരഞ്ഞു വരും. ഇത് കണ്ടോ, നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്. ഇവയെല്ലാം അരിഞ്ഞൊന്ന് മാറ്റി വെക്കണം. നമ്മുടെ തീ നന്നായി കത്തി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക് എന്നിവ ചേർത്ത് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. നന്നായി മൊരിഞ്ഞു വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഓൾ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചേക്കണം അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരപ്പ് നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഉണ്ട്. അത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം വെള്ളമൊന്നും ചേർക്കേണ്ട, കുറച്ച് വെള്ളം ചേർത്തൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. അരപ്പിലെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ പച്ചവെള്ളം അല്ല ഒഴിച്ചു കൊടുക്കണത്, ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിക്കണോണ്ട് നമ്മുടെ കറി പെട്ടെന്ന് തിളയ്ക്കും. നമ്മൾ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ചിക്കൻ ഇട്ടതിന് ശേഷം ബാക്കി വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളം ഭയങ്കരമായിട്ട് കൂടി പോകും. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ നന്നായി മുങ്ങി കിടക്കണം അരപ്പിൽ. നമ്മുടെ വെള്ളം ഇത്തിരി കുറവുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരമണിക്കൂർ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും അധികം വറ്റിപ്പോയിട്ടില്ല. ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അത് കാരണം ഞാനൊന്ന് തുറന്ന് വെച്ച് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കുകയാണ്. ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലുള്ള ചാറൊക്കെ ആയിട്ട് നമ്മൾ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വേപ്പിലയും വറ്റൽമുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഈ ചിക്കൻ കറി വയ്ക്കുന്നത്.
വളരെ ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. നാടൻ രീതിയിലാണ് ഇത് വെച്ചേക്കണത്, നാടൻ ടേസ്റ്റാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.